അർച്ചനയുടെ അടുത്ത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് വിഷമായിന്ന് വരും. അത് പൊതുവെയുള്ളൊരു പേടിയാ. അവൾക്ക് വിഷമം തോന്നാത്ത രീതിയിൽ വേണം നീ ഇത് അവതരിപ്പിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ വന്നില്ലാന്ന് വരും. ഇനി അർച്ചനയ്ക്ക് വിഷമം തോന്നുമെന്ന് കരുതി സന്ധ്യയും ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയെന്ന് വരും. എന്ത് വന്നാലും നാളെ പോണം, കേട്ടല്ലോ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അർച്ചന, താനാ ഫോൺ എടുത്ത് സന്ധ്യ ഡോക്ടറെ ഒന്ന് വിളിച്ചേ. സന്ധ്യ ഡോക്ടറെയോ? എന്തിനാ സച്ചേട്ടാ? കാര്യമൊക്കെ ഞാൻ പറയാം. ആദ്യം താനൊന്ന് വിളിക്കേ, എന്നിട്ട് ഫോൺ താൻ എൻ്റെ കയ്യിൽ താ. ഒന്ന് വിളിക്കടോ. ഹലോ അർച്ചന. ഡോക്ടർ ഒരു സെക്കൻഡേ, ഞാൻ സച്ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. ഹലോ ഡോക്ടർ. എന്താ സച്ചി? അത് ഡോക്ടർ വേറൊന്നുമല്ല. നാളെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഒരു ചെക്കപ്പ് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. എപ്പോൾ വന്നാലാ ഡോക്ടറെ കാണാൻ പറ്റുന്നേ? നാളെ എന്ന് പറയുമ്പോൾ ഒരൊഴിവും ഡോക്ടർ പറയരുത്. എന്തായാലും ഞങ്ങൾക്ക് ഒരു ചെക്കപ്പ് വേണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. സത്യം പറഞ്ഞ എന്നേക്കാൾ ആഗ്രഹം അർച്ചനയ്ക്കാ. ഈ കോള് പോലും അർച്ചന പറഞ്ഞിട്ടാ ഇപ്പൊ വിളിക്കുന്നേ. അവക്ക് പറയാനൊരു മടി, അതാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നേ. നാളെ ഒരു 11 മണിക്ക് ഞങ്ങൾ അങ്ങോട്ടെത്താം. ശരി ശരി സച്ചി. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. ഞാൻ അർച്ചനയോട് പറഞ്ഞേക്കാം. ശരി. സാറും നിന്നെ. എന്താ അർച്ചന? സന്ധ്യ ഡോക്ടറോട് എന്തിനാ ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചെന്ന് കള്ളം പറഞ്ഞ്? ശരിക്കും നമ്മൾ നാളെ ചെക്കപ്പിന് പോകുന്നുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഡോക്ടറെ വിളിച്ചതെന്നും എനിക്കാണ് കുഞ്ഞിനെ പറ്റി വലിയ ആഗ്രഹമെന്നൊക്കെ. ഓ, അപ്പോ നമുക്കൊരു കുഞ്ഞു വേണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? എനിക്ക് മാത്രമേ ഉള്ളൂ. ആഗ്രഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചെന്ന് ഡോക്ടറോട് എന്തിനാ കള്ളം പറഞ്ഞെന്നാ ചോദിച്ചേ. അർച്ചന പ്ലീസ്, നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞു വേണം. അത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. അപ്പോ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഈ ഒരു ചെറിയ കാര്യം പോലും സഹിക്കാൻ പറ്റാത്ത താൻ എങ്ങനെയോ പ്രസവവേദന സഹിക്കുന്നേ? താൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലാവണം അർച്ചന.
എന്നെ കണ്ടതുകൊണ്ട് നിന്റെ മുഖത്തെ ചിരി മായണമെന്നില്ല അവന്തികെ. ഞാൻ വന്നതിന് ശേഷമുള്ള നിന്റെ ഈ ജീവിതത്തിൽ നീ ഹാപ്പി ആണെങ്കിൽ എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഇത്തരത്തിലുള്ളൊരു ജീവിതം ഞാൻ നിനക്ക് തന്നിട്ടും അതിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവന്തികയ്ക്ക് മാത്രമേ കഴിയൂ. അതെ, അവന്തികയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ അവന്തികയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് ഞാൻ സന്തോഷം കണ്ടെത്താറുമുണ്ട്. നിങ്ങൾ എന്നെ താലി കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്റെ മുഖം എപ്പോഴെങ്കിലും തെളിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ആപത്തുണ്ടാവുമ്പോൾ മാത്രമാ. എന്റെ ആനന്ദവും പരമാനന്ദവും ഒക്കെ ഇവിടുള്ള ആളുകളെ ദ്രോഹിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നേ. നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നീ ഇപ്പൊ സന്തോഷിക്കുന്നതിന് പിന്നിലും ഇവിടെ ആരും ദ്രോഹിച്ചു എന്നല്ലേ? ഇത് അഡ്വാൻസ് ആയിട്ടുള്ള സന്തോഷ. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷം. ഇവിടെ എന്ത് നടക്കാൻ? അതും ഈ ഞാനിവിടെ ഉള്ളപ്പോ. നീ മനസ്സിൽ കാണുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല അവന്തികെ. വെറുതെ വിഡ്ഢി സ്വർഗം പടുത്തുയർത്താമെന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ചൊരു ചിത. നെല്ലിശ്ശേരി കുടുംബത്തിൽ അവശേഷിക്കുന്ന ഞാൻ അതിന് തീ കൊളുത്തും. ആ തീയില എന്റെ പ്രതികാരം അവസാനിക്കാൻ പോകുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന്. ഞാൻ ഇല്ലാതിരുന്നിട്ട് നിനക്കതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ മനസ്സിൽ ഇത്രയും പ്രതികാരം ബാക്കി വെച്ചാവും നിന്റെ മരണം. അതിന് കാരണക്കാരനാകുന്നത് ഈ ഞാനും. എനിക്കറിയാം, ഏത് നിമിഷം വേണേലും നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന്. അങ്ങനെ നീ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപ് വെട്ടിയരിയും ഞാൻ എല്ലാത്തിനെയും. നിന്റെ വീട്ടിൽ ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് നിന്റെ മുഖത്ത് നോക്കി ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കോൺഫിഡന്റ് ആയിരിക്കും ഞാനെന്ന് ഒന്ന് ഓർത്തു നോക്ക്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനിത് പറഞ്ഞു തീർക്കുന്നതിന്റെ അവസാനം നീ എന്നെ തല്ലുംന്ന്. അല്ല, അതല്ലേ അറിയൂ. മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എന്നെയാണോ നീ തല്ലി പേടിപ്പിക്കാൻ നോക്കുന്നേ? എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും, ഇവിടെ ഇട്ട് വെട്ടി നുറുക്കിയാലും ഒരു തരി ഭയമോ സംശയോ അവന്തികയ്ക്കില്ല നന്ദ. എല്ലാത്തിനും ഒടുവിൽ ഒരിത്തിരി ജീവനെങ്കിലും എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ വീടടക്കം ഞാൻ ചുട്ട് ചാമ്പലാക്കും. നീ നോക്കിക്കോ. അല്ലെങ്കിൽ എന്നെ ദാ ഇങ്ങനെ വിളിക്കാം. നിന്റെ തന്ത മുതൽ നീ വരെ ഈ വീട്ടിൽ ജീവനറ്റ് കിടക്കുന്നത് എനിക്ക് കാണണം. ഇനി ഒരിക്കൽ കൂടി എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ഇതുപോലെ പറഞ്ഞാൽ നിന്റെ ദുഷിച്ച നാവുണ്ടല്ലോ, അത് ഞാൻ പിഴുതെടുക്കും. എന്താ അവന്തികേ? ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? ഏയ് ഒന്നുമില്ല അച്ഛാ.
അവന്തികയുടെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്നത്? അത് ഇവള് ശ്രദ്ധിക്കാതെ നടന്നപ്പോ കാല് തട്ടി ഇവിടെ ഇടിച്ചതാ. സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞ കേക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണോ മോളെ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ചെറുതായിട്ടൊന്നും മുറിഞ്ഞേ ഉള്ളൂ. ഇവക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാം. ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ? എന്തേലും പറ്റിയ എന്ത് ചെയ്യും? ഞാനും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം അവൾക്ക്. ആ അത് ഞാൻ ഏറ്റു. നിന്റെ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ തരുന്നുണ്ട്. നേരത്തെ നീ പറഞ്ഞ നിന്റെ ആ കോൺഫിഡൻസും കൊണ്ട് നീ ഇനി ഇറങ്ങിയ രക്തം പൊടിയുന്നത് നിന്റെ നെറ്റിയിൽ നിന്നാവില്ല, കഴുത്തുനിന്നായിരിക്കും. ദാ ഇതങ്ങ് കുടിച്ചേ. ഞാൻ കുടിച്ചോളാം ഏട്ടത്തെ. ദേ, ഞാൻ സമയാസമയം നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്തിനാന്നറിയോ? സമയാസമയം ഇതൊക്കെ കുടിക്കാനും തിന്നാനുമാ. ഇതിങ്ങനെ തുറന്നു വെച്ച് ഇതിന്റെ ഗുണങ്ങളെല്ലാം പോയിട്ടേ പിന്നെ കുടിച്ചിട്ടൊരു കാര്യമില്ല. ആ അത് ശരിയാ. സമയാസമയം ഇതൊക്കെ എടുത്ത് വിഴുങ്ങ്, തടിയൊക്കെ ഇങ്ങ് പോരട്ടെ. ആദ്രെ, നീ വേഗം ഇതെടുത്ത് കുടിക്ക്. ഇല്ലെങ്കിൽ അന്നത്തെ പോലെ നിനക്കിതിന്ന് ഒരു തുള്ളി പോലും കിട്ടിയെന്ന് വരില്ല. ആഹാ, അന്നത്തെ പോലെ കുങ്കുമ പോയിട്ടുണ്ടാക്കിയതാണോ? പക്ഷെ ഇത് പാലല്ലല്ലോ. പാലും ചേർത്തിട്ടുണ്ട്. ഇത് പക്ഷെ അന്നത്തെ പോലെയൊന്നും അല്ല, അതിലും സ്പെഷ്യലാ. അതെന്താ അങ്ങനെ ഒരു സ്പെഷ്യല്? ഓ, ഇവൾക്കായതുകൊണ്ട് കുങ്കുമപ്പൂവൊക്കെ നല്ലോണം ചേർത്ത് കാണുമല്ലേ? അതെ, എനിക്കറിയായിരുന്നു ചിലപ്പോ ഇതാനൊക്കെ തന്നെ കുടിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. അനക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കുടിച്ചോ. ആതിരയ്ക്കുള്ളത് അടുക്കളയിൽ വേറെ ഇരിപ്പുണ്ട്. ആഹാ, ഇന്ന് എന്താണ് വലിയ സ്നേഹത്തിലാണല്ലോ. എനിക്ക് അനഘയോട് എപ്പോഴും സ്നേഹം തന്നെയല്ലേ. അത് അനഘയ്ക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റ വലിക്കങ്ങ് കുടിച്ചോ. കുങ്കുമപ്പൂവൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ആദ്യം ഞാനിത് കുടിച്ചു നോക്കട്ടെ. കുറവ് വല്ല ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയാം. ഓ ആയിക്കോട്ടെ. എന്തു പറ്റിയാനൊക്കെ? ഇതെന്തത്, പാവയ്ക്ക ജ്യൂസോ? ആ അതെ, പോയി. പാവയ്ക്ക മാത്രമല്ല, ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇവക്ക് ഷുഗറും കൊളസ്ട്രോളും കൂടാതിരിക്കാൻ ഡോക്ടർ പറഞ്ഞതാ. നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കുങ്കുമ പോയിട്ട് സ്പെഷ്യൽ സാധനമാണ്? അനഘയ്ക്ക് ചെറിയൊരു ഉപദേശം തരാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആരും പറയുന്നത് കണ്ണുടച്ച് വിശ്വസിക്കരുത്. ഞാൻ പാലും കുങ്കുമപ്പൂവൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് നീർത്ത് മോന്തിയല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ജീവിതത്തിലെ വലിയൊരു പാടാ മീരേച്ചി ഇപ്പൊ പറഞ്ഞു തന്നത്. ആക്രാന്തം കുറച്ച് കുറയ്ക്കാം. നിങ്ങൾ എനിക്ക് ക്ലാസ് ഒന്നും എടുക്കണ്ട. ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നേ. എന്താ കേട്ടില്ല? എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ. അനഘേ, ഏട്ടത്തി ഇവിടുത്തെ ജോലിക്കാരിയല്ല, എന്നെ നോക്കാൻ വന്ന് നിൽക്കുന്നതാ. നിന്നെ നോക്കിയിരിക്കാൻ എന്തിനാ ഇവര്? നീ എന്താ എങ്ങോട്ടെങ്കിലും ഓടിക്കളയോ? നിന്നെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഇവരെന്നെയാ നോക്കേണ്ടത്. കാരണം നീ ഇവർക്ക് ഭർത്താവിന്റെ അനിയത്തിയാ.
ആ വന്നു കയറിയ ബന്ധത്തെക്കാൾ വലിയ ബന്ധം ഇവർക്ക് ഞങ്ങളുമായിട്ടുണ്ട്. പണത്തിന്റെ ബന്ധം, 9 ലക്ഷം രൂപയുടെ ബന്ധം. പണത്തിന് മുകളിൽ ഒരു പരുന്തും ഇതുവരെ പറക്കാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. എന്നെ അനുസരിക്കാൻ പറ്റില്ലെന്ന് പറയണമെങ്കിൽ അത് തരാനുള്ള പണം എന്നെയോ ചേച്ചിയോ ഏൽപ്പിച്ചതിന് ശേഷം. അതുവരെ ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചേ പറ്റൂ. എന്തിനാ അനഘ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? നിനക്കിപ്പോ ഒരു ജ്യൂസ് വേണം, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാ 9 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നേ? ജ്യൂസ് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ ഉളുപ്പും നാണോ മാനോ ഒക്കെ ഉണ്ട്. പറയേണ്ട പോലെ പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും വൃന്ദാവനം വീട്ടിലെ ഒന്നിനെങ്കിലും നാണോ മാനോ ഒക്കെ ഉണ്ടല്ലോ, അത് മതി. നിർത്തടി. ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് നീ മിണ്ടിയാലുണ്ടല്ലോ, ഈ പാവയ്ക്ക ജ്യൂസ് എടുത്ത് നിന്റെ അണ്ണാക്കിലോട്ട് ഒഴിക്കും ഞാൻ. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ തല കയറി നിരങ്ങുന്നോടി. എനിക്ക് നേരെ ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? ആദ്യം തരാനുള്ള 9 ലക്ഷത്തെ ചില്ലറ ഇവിടെ വെക്ക്, എന്നിട്ട് ഞെളിയ. ഏത് ലക്ഷം? നിനക്കോ നിന്റെ ചേച്ചിക്കോ ഒരു നയാ പൈസ ഞാൻ തരാനില്ല. ഇനിയും ആ പൈസയുടെ കണക്ക് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട അനക്കെ. അത് അവന്തികേട്ടത്തി കൊടുത്തല്ലെന്നും സച്ചേട്ടനാ കൊടുത്തെന്നും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ശരിക്കും കടം തീർത്തത് ആരാണെന്നറിയാതെ അത് അവന്തികേട്ടത്തിയാണ് കൊടുത്തതെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചുപോയി. ആ തെറ്റിദ്ധാരണയിൽ കൂടി ഉണ്ടായ ക്രെഡിറ്റ് അവന്തികേട്ടത്തി മുതലെടുക്കാൻ നോക്കി. അതെ, അങ്ങനെ ആരാന്റെ കൊച്ചിന്റെ അമ്മയായി നിന്ന് അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ എന്നെ പറഞ്ഞത്. ഞാൻ അന്ന് അതൊക്കെ കേട്ട് നിന്നതേ നിങ്ങളെ പേടിച്ചിട്ടൊന്നും അല്ല. നിങ്ങക്ക് ഞാൻ കടക്കാരിയാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ഞാനത് കേട്ട് നിക്കില്ല. നേരത്തെ നീ പറഞ്ഞ നാണവും മാനവും ഉളുപ്പവും ഇല്ലാത്തതേ നിനക്ക് നിന്റെ ചേച്ചിക്കുവാ. അർച്ചന എന്നെ വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ കണ്ടേനെ. ഇനി ആ പൈസയുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, എന്നെ ചവിട്ടിക്കൂട്ടി ഞാൻ മൂലക്കിടും. പിന്നെ ഈ തുപ്പിക്കൂട്ടി വെച്ചേക്കുന്നൊക്കെ മര്യാദക്ക് ക്ലീൻ ചെയ്തോണം, കേട്ടല്ലോ? നീ വാ ആതിരെ. ഇതേതായാലും നായ നക്കിയ സ്ഥിതിക്ക് നിനക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. അമ്മേ, അമ്മേ. അച്ചു, ആ, നിങ്ങളെപ്പോ വന്നിടി? ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. അച്ഛാ, അച്ഛാ, അല്ല, നിങ്ങൾ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേ? വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. പെണ്ണിന്റെ കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല അമ്മേ. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ അർച്ചന പറഞ്ഞു ഇവിടുന്ന് കേറിയിട്ട് പോവാന്ന്. അങ്ങനെ കേറിയെന്നേ ഉള്ളൂ. ആശുപത്രി പോകാനോ? എന്താ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നോ? ഹേയ്, ഞങ്ങളെ തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് കരുതി. അതിന് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, ഞങ്ങള് രണ്ടുപേരും ഒരു ചെക്കപ്പിന് പോകുന്നേ. മൂത്ത മോളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടേ നിങ്ങൾ രണ്ടുപേരും ഇതുവരെ മുത്തശ്ശനും മുത്തശ്ശി ആയില്ലല്ലോ. അതിന്റെ കാരണം അറിയാനുള്ള ചെറിയൊരു ചെക്കപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റം വേണം. അല്ല, അത് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോനെ? അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ബെസ്റ്റ്. ഇത് അവിടുത്തെ അച്ഛനെങ്ങാനും കേട്ടാലുണ്ടല്ലോ ഓടിക്കും ഞങ്ങളെ. എപ്പോഴും അച്ഛൻ ഈ ആഗ്രഹം പറയുന്നു. അല്ല മോളെ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അതില് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല അച്ഛാ. സാധാരണ ചെയ്യാറുള്ളതാ ഇത്. എങ്കിൽ പിന്നെ നാളെ പോയാൽ പോരെ? ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കി. കുറെ ദിവസം കൂടിയിരുന്ന് വന്നതല്ലേ അത്. നിൽക്കാനായിട്ട് മറ്റൊരു ദിവസം വരാമേ. സന്ധ്യ ഡോക്ടറോട് ചെല്ലാന്ന് പറഞ്ഞു പോയി.
രണ്ടുപേരുടെയും ഭാവം ആകെ മാറിയല്ലോ. പേടിക്കണ്ടെന്നേ, ഒരു കുഴപ്പമില്ല. സച്ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചെറിയൊരു ചെക്കപ്പാ ഇത്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്താ പോരെ? സമ്മതിക്ക രണ്ടുപേരും. ഇനി നിന്നാ താമസിക്കുക അർച്ചന. എന്നാ വാ പോവാം. പോകുന്നതിനിടയില് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയത്. നിങ്ങളുടെ നിപ്പ് കാണുമ്പോ തോന്നാ ഇങ്ങോട്ട് കയറണ്ടായിരുന്നു. ധൈര്യമായിട്ടിരിക്കണ്ട അമ്മേ, ഞാൻ വിളിക്കാം. എന്നാ നമുക്ക് ഇറങ്ങാം സച്ചേട്ടാ. ഇറങ്ങാം, ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. വാ അർച്ചന. ശരി. മാഷേ